ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ ഇന്ന് സമാപിക്കും. അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് ട്രേഡ് യൂണിയനുകൾ. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദേവസ്വം ഭരണസമിതിക്ക് ധാർഷ്ട്യമെന്ന് ആക്ഷേപം. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ലാതെയായി. റോഡ് തകർന്ന വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന് ആക്ഷേപം. മതിലകം കിഴക്കുംപുറത്ത് സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം. ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്തി CPM. ഏകാദശിക്കൊരുങ്ങി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. ഏകാദശി ആഘോഷം വെള്ളിയാഴ്ച. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ നടക്കുന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. അല്പസമയത്തിനകം നടക്കുന്ന പൊതുസമ്മേളനം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷത വഹിക്കും. മുരളി പെരുന്നെല്ലി MLA മുഖ്യാതിഥിയായും. നാട്ടിക പഞ്ചായത്ത് പ്രസിഡന്റ് P. വിനു, KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ, BJP CT ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. പൊതുസമ്മേളനത്തിന് മുന്നോടിയായി സാംസ്കാരിക ഘോഷയാത്രയും സംഘടിപ്പിച്ചിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ തൃശൂർ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. TD സുഭാഷാണ് പ്രസിഡന്റ്. സെക്രട്ടറിയായി CG ജോസിനെയും ട്രഷററായി ബിജുകുമാറിനെയും തിരഞ്ഞെടുത്തു. MP തോമസ്, R മോഹനകൃഷ്ണൻ എന്നിവരാണ് വൈസ് പ്രസിഡന്റുമാർ. സന്തോഷ് ജോസ്, ജോർജ് ലിയോ എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായി തിരഞ്ഞെടുത്തു. IH റഫീഖ്, OK മണി, P ആന്റണി എന്നിവരെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുത്തു. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് നേതാക്കൾ അറിയിച്ചു. 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ കേരളം സ്തംഭിക്കുമെന്നാണ് സമരസമിതി നേതാക്കൾ പറയുന്നത്. ബുധനാഴ്ച അർദ്ധരാത്രി 12-ന് ആരംഭിക്കുന്ന പണിമുടക്ക് വ്യാഴം രാത്രി 12 വരെ തുടരും. പണിമുടക്കിന്റെ ഭാഗമായി രാജ്യമെമ്പാടും 1000-ലധികം കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ നടക്കും. സംസ്ഥാനത്ത് 500 കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പരിപാടികളും റാലികളും സംഘടിപ്പിക്കും. തൊഴിൽ കോഡുകൾ പിൻവലിക്കുക എന്നതിനു പുറമെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി വിത്ത് ഭേദഗതി ബില്ലുകൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തുന്നു. പണിമുടക്കിന് ഇടതുപക്ഷമടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളും ഐക്യദാർഢ്യം അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ബസ്, KSRTC ജീവനക്കാരും പണിമുടക്കുന്നതിനാൽ പൊതുഗതാഗതം സ്തംഭിക്കും. അധ്യാപക, വിദ്യാർത്ഥി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകും. ഇതോടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനാണ് സാധ്യത. കർഷക തൊഴിലാളി സംഘടനകളും പണിമുടക്കിന്റെ ഭാഗമാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തൊഴിലുകൾ നിർത്തിവെച്ചും കടകമ്പോളങ്ങൾ അടച്ചും യാത്രകൾ ഒഴിവാക്കിയും വാഹനങ്ങൾ റോഡിലിറക്കാതെയും എല്ലാവരും സഹകരിക്കണമെന്ന് സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. അധ്യാപകർക്ക് പുറമെ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരും ഇൻഷുറൻസ് പ്രതിരോധ ജീവനക്കാരും വിവിധ ഫെഡറേഷനുകളും മഹിളാ യുവജന സംഘടനകളും പണിമുടക്കിന് പിന്തുണ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് പണിമുടക്കിന് മുന്നോടിയായി തൊഴിലുടമകൾക്ക് ട്രേഡ് യൂണിയനുകൾ നോട്ടീസ് നൽകി. അതേസമയം അവശ്യ സർവീസുകളെ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കിയതായി നേതൃത്വം അറിയിച്ചു. ബലപ്രയോഗമോ അക്രമ സംഭവമോ ഉണ്ടാകില്ലെന്നും സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി വ്യക്തമാക്കി. TCV തൃശൂർ. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദേവസ്വം ഭരണസമിതിക്ക് ധാർഷ്ട്യമെന്ന് ആക്ഷേപം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി കീഴേടം രാമൻ നമ്പൂതിരിയെയാണ് ദേവസ്വം ഭരണസമിതി സസ്പെൻഡ് ചെയ്തത്. 55 വർഷമായി ക്ഷേത്രത്തിൽ കീഴ്ശാന്തി ജോലി ചെയ്യുന്ന രാമൻ നമ്പൂതിരിയെ 3 മാസം മുമ്പാണ് സസ്പെൻഡ് ചെയ്തത്. ദേവസ്വം ഭരണസമിതി അംഗം KP വിശ്വനാഥൻ ദർശനത്തിന് നിൽക്കുമ്പോൾ ശ്രീകോവിലിന്റെ വാതിൽ വലിയ ശബ്ദത്തോടെ കൊട്ടിയടച്ചു എന്നതാണ് സസ്പെൻഷന് കാരണം. സംഭവത്തിൽ ക്ഷേത്രത്തിലെ കീഴ്ശാന്തിമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് അമർഷമുണ്ട്. ദേവസ്വം ഭരണസമിതി അംഗങ്ങൾ ധിക്കാരപൂർവ്വം ഇടപെടുന്നതായി പരാതിയുണ്ട്.
ദേവസ്വം ചെയർമാന്റെ സുഹൃത്തിനെ കളഭം നൽകിയില്ലെന്ന പേരിൽ നേരത്തെ ക്ഷേത്രം മാനേജരെ സ്ഥലം മാറ്റിയിരുന്നു. ഇതേസമയം ക്ഷേത്രത്തിലെ ശാന്തിക്കാർ മോശമായി പെരുമാറുന്നതായും പരാതിയുണ്ട്. ദേഹത്ത് സ്പർശിക്കാതിരിക്കാൻ ഉറക്കെ ശബ്ദമുണ്ടാക്കിയും ഭക്തരെ ചീത്ത വിളിച്ചും ക്ഷേത്രത്തിനകത്ത് പെരുമാറുന്നതായാണ് പരാതി. അഡ്വക്കേറ്റ് KB മോഹൻദാസ് ചെയർമാനായിരിക്കെ പൂജാവേളയിൽ ക്ഷേത്രം തന്ത്രി ചെയർമാനോട് അയിത്തത്തിന്റെ പേരിൽ ധിക്കാരപൂർവ്വം പെരുമാറിയത് വിവാദമായിരുന്നു. ദർശനത്തിനെത്തുന്ന ഭക്തരെ ശ്രീകോവിലിന് മുന്നിൽ നിൽക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ജീവനക്കാർ ബലമായി വലിച്ചു മാറ്റുന്ന സംഭവത്തിലും പരാതിയുണ്ട്. എന്നാൽ ക്ഷേത്രത്തിന് ചേരാത്ത രീതിയിൽ അപക്വമായും ധിക്കാരത്തോടെയും പെരുമാറുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് ദേവസ്വം ഭരണസമിതി പുലർത്തുന്നത്. TCV ഗുരുവായൂർ. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന K കരുണാകരൻ റോഡ് തകർന്നത് യാത്രക്കാരെ വലയ്ക്കുന്നു. കടവല്ലൂർ പോർക്കുളം പഞ്ചായത്തുകളുടെ കീഴിലാണ് ഈ റോഡ്. കടവല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട ഭാഗം കഴിഞ്ഞ മാർച്ചിൽ ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു. എന്നാൽ പോർക്കുളം പഞ്ചായത്തിൽപ്പെട്ട 1/2 കിലോമീറ്റർ ദൂരം തകർന്ന നിലയിലാണ്. തിപ്പിലശ്ശേരി ഭാഗത്ത് നിന്ന് അക്കിക്കാവ് ബൈപ്പാസിലേക്ക് വേഗത്തിലെത്താൻ കഴിയുന്ന റോഡാണിത്. പെരുമ്പിലാവ് സെന്ററിൽ ഗതാഗത തടസ്സം വരുമ്പോൾ ഈ വഴിയാണ് വാഹനങ്ങൾ കടന്നു പോകാറുള്ളത്. റോഡ് തകർന്ന് വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടിപ്പർ ലോറികളടക്കം നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡ് ടാർ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മതിലകം കിഴക്കുംപുറത്ത് സർവീസ് റോഡ് എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് CPM മതിലകം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദേശീയപാതാ നിർമ്മാണം തടസ്സപ്പെടുത്തി. മതിലകം കിഴക്കുംപുറം പുഴയോരത്ത് താമസിക്കുന്ന 23 കുടുംബങ്ങൾക്ക് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോലും വഴിയില്ലാത്ത അവസ്ഥയാണെന്നും റോഡ് മാപ്പിംഗിൽ സർവീസ് റോഡിനായി സ്ഥലം അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം ഇതുവരെ തുടങ്ങിയിട്ടില്ലെന്നും സമരസമിതി നേതാക്കൾ പറഞ്ഞു. ദേശീയപാത അധികാരികളുമായി സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സർവീസ് റോഡിന്റെ പണി ഉടൻ ആരംഭിക്കുമെന്ന ഉറപ്പിൽ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചു. CPM കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം PH നിയാസ് ഉദ്ഘാടനം ചെയ്തു. മതിലകം ലോക്കൽ സെക്രട്ടറി PH അമീർ അധ്യക്ഷത വഹിച്ചു. ഏരിയ കമ്മിറ്റി അംഗം ഷീജ ബാബു, TS ഗോപിനാഥൻ, KY അസീസ് എന്നിവർ നേതൃത്വം നൽകി. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ ഏകാദശി വെള്ളിയാഴ്ച ആഘോഷിക്കും. കുംഭത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് തിരുവില്ലാമല ഏകാദശിയായി ആഘോഷിക്കുന്നത്. ഏകാദശി നാളിൽ 100 കണക്കിന് കുംഭാരസേവകർ രാമമന്ത്രവുമായി വില്വാമലയിലെത്തും. ഹനുമാൻ കോവിലിൽ തൊഴുതിറങ്ങുന്ന കുംഭാരസേവകർ നടപ്പന്തലിൽ പ്രദക്ഷിണം നടത്തി നാലമ്പലത്തിൽ പരമ്പരാഗത ചടങ്ങുകളും പൂജയും നടത്തും. നാളെ ക്ഷേത്രത്തിൽ ദശമി വിളക്ക് ആഘോഷിക്കും. രാജ്യത്ത് ഇനി മുതൽ എല്ലാ സർക്കാർ പരിപാടികളിലും എല്ലാ സ്കൂളുകളിലും ദേശീയഗാനത്തിന് മുൻപ് ദേശീയ ഗീതമായ വന്ദേ മാതരം പൂർണ്ണമായി ആലപിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വന്ദേ മാതരം ആലപിക്കുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. 6 ചരണങ്ങളുള്ള വന്ദേമാതരത്തിന്റെ പ്രത്യേക പതിപ്പാണ് ഇതിനായി നിശ്ചയിച്ചിരിക്കുന്നത്. 3 മിനിറ്റ് 10 സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ പതിപ്പ് ആലപിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം. തൃശൂരിൽ റോഡരികിലെ മാലിന്യ കൂമ്പാരത്തിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. കോപ്പറേറ്റീവ് കോളേജിന് സമീപം റോഡരികിൽ കൂട്ടിയിട്ട മാലിന്യ കൂമ്പാരത്തിനാണ് തീപിടിച്ചത്. ചൂടേറ്റ് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഹെഡ്ലൈറ്റും ബമ്പറും ഉരുകി. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. വേലൂർ വെങ്ങിരശ്ശേരിയിൽ അടിക്കാടിന് തീപിടിച്ചു. 9ാം വാർഡ് അംഗം ബദുൽ സൈമണിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ തീയണച്ചു. ഒഴിഞ്ഞ പറമ്പുകൾ സാമൂഹ്യ വിരുദ്ധർ താവളമാക്കുകയാണെന്നും പറമ്പുകളിലെ മദ്യപാനവും പുകവലിയുമാണ് തീപിടുത്തത്തിന് കാരണമെന്നും ബദുൽ സൈമൺ പറഞ്ഞു. എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ പോലീസ് സേനയുടെ സേവനം മികവാർന്നതാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് P. സതീദേവി പറഞ്ഞു. കേരള പോലീസ് അസോസിയേഷൻ തൃശൂർ സിറ്റി ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വനിതാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സതീദേവി. കേരളത്തിലെ പോലീസ് സേന സംഘടിതരാകണമെന്നും പോലീസ് സേനയുടെ മനോഭാവത്തിൽ വളരെ മാറ്റം വന്നിട്ടുണ്ടെന്നും സതീദേവി പറഞ്ഞു. പോലീസ് ട്രെയിനിംഗ് സെന്ററിൽ നടന്ന വനിതാ സംഗമത്തിൽ KPA സംസ്ഥാന വൈസ് പ്രസിഡന്റ് PN ഇന്ദു അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജേന്ദ്ര ദേശ്മുഖ്, അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് നിമിഷ ത്രിപാഠി, സിനി ആർട്ടിസ്റ്റ് ശ്രുതി ജയൻ, എഴുത്തുകാരി ജിൻഷ ഗംഗ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. അസോസിയേഷൻ പ്രതിനിധികളായ ബിനു ഡേവിസ്, കമൽദാസ്, KR രജീഷ്, CG മധുസൂദനൻ, K മിനിമോൾ തുടങ്ങിയവർ സംസാരിച്ചു.
ആറാട്ടുപുഴ പൂരത്തിന്റെ പത്രിക പ്രകാശനം ചെയ്തു. കെ രാമചന്ദ്രൻ MLA, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം അഡ്വക്കേറ്റ് KP അജയന് പത്രിക നൽകി പ്രകാശനം നിർവഹിച്ചു. മേളപ്രമാണി പെരുവന്നം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു. CC മുകുന്ദൻ MLA, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് രമ പ്രകാശൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത തുടങ്ങിയവർ പങ്കെടുത്തു. ആറാട്ടുപുഴ പൂരം കൊടിയേറ്റം മാർച്ച് 24-നും, തിരുവാതിര വിളക്ക് മാർച്ച് 26 വെളുപ്പിനും, പെരുവന്നം പൂരം മാർച്ച് 27-നും, ആറാട്ടുപുഴ തറക്കൽ പൂരം മാർച്ച് 29-നും, ആറാട്ടുപുഴ പൂരം മാർച്ച് 30-നും നടക്കും. മാർച്ച് 31-നാണ് ഗ്രാമബലി. മാധ്യമപ്രവർത്തകൻ V. കരുണാകരൻ നമ്പ്യാരുടെ 45-ാം ചരമവാർഷിക ദിനത്തിൽ തൃശൂർ സഹൃദയവേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ അനുസ്മരണം സംഘടിപ്പിച്ചു. UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ അനുസ്മരണം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സഹൃദയവേദി വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് മേനാച്ചേരി അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകരായ അലക്സാണ്ടർ സാം, ഡേവിസ് കണ്ണനാക്കൽ, സഹൃദയവേദി സെക്രട്ടറി ബേബി മൂക്കൻ, K. രഘുനാഥൻ തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ നിന്നും വിജയിച്ച ജനപ്രതിനിധികളെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ആദരിച്ചു. ലീഗ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് KC മൊയ്തുകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് EM കുഞ്ഞുമോൻ ഹാജി അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഗഫൂർ കടങ്ങോട്, ദേശീയ സമിതി അംഗം കരീം പന്നിത്തടം, ഇസ്മായിൽ മാളിയേക്കൽ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ, വൈസ് പ്രസിഡന്റ് മിനി അയ്പ്, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട വിജയഗോപി, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെ ഉപഹാരം നൽകി ആദരിച്ചു. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മറ്റത്തൂർ സെന്റ് ജോസഫ് UP സ്കൂളിലെ 77ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷകർത്താ ദിനവും സ്കൂൾ മാനേജർ ഫാദർ തോമസ് വെള്ളക്കനാടൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് സിജോ മാമ്പ്രക്കാരൻ അധ്യക്ഷത വഹിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ് കല്ലറയ്ക്കൽ ജൈവ വൈവിധ്യ പാർക്ക് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CC ബിജു എൻഡോവ്മെന്റ് വിതരണം നടത്തി. ജീവിത സായാഹ്നത്തിൽ ഉല്ലാസ നിമിഷങ്ങൾ സമ്മാനിച്ച് വയോജനങ്ങളുടെ വിനോദയാത്ര. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 32-ാം വാർഡിലെ സ്നേഹപ്പൂക്കൾ വയോജന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് വിനോദയാത്ര സംഘടിപ്പിച്ചത്. വാർഡ് കൌൺസിലർ MK സഹീർ നയിച്ച വിനോദയാത്ര നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പണിയേലിപ്പോര്, കപ്രിക്കാട്, അഭയാരണ്യം എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കാണ് യാത്ര സംഘടിപ്പിച്ചത്. കുടുംബശ്രീ മിഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സംസ്ഥാന ബഡ്സ് കലോത്സവം തില്ലാന 2026 ഈ മാസം 13, 14 തീയതികളിലായി വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിൽ നടക്കും. സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നുള്ള ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സ്ഥാപനങ്ങളിലെ പ്രതിഭാശാലികളായ 600-ൽ പരം വിദ്യാർത്ഥികൾ മത്സരിക്കും. 4 വേദികളിലായി 22 മത്സര വിഭാഗങ്ങളിൽ 600ഓളം വിദ്യാർത്ഥികൾ കലോത്സവത്തിന്റെ ഭാഗമാകും. വാർത്താ സമ്മേളനത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിജിത് K. ദീപക്, KK പ്രസാദ്, ജിഷ്ണു ഗോപൻ, ദീപു K. ഉത്തമൻ, ആദർശ് P. ദയാൽ എന്നിവർ പങ്കെടുത്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പാവറട്ടിയിൽ നൽകുന്ന സ്വീകരണത്തിന്റെ ഭാഗമായി മഹിളാ സംഗമം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്തു. പാവറട്ടി ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് നേതാക്കളായ PK രാജൻ, KK ബാബു, CJ സ്റ്റാൻലി, മഹിളാ കോൺഗ്രസ് നേതാക്കളായ റൂബി ഫ്രാൻസിസ്, NK വിമല തുടങ്ങിയവർ സംസാരിച്ചു. ആറാട്ടുപുഴ മന്ദാരംകടവ് ശിവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് നൽകി വരുന്ന ഈ വർഷത്തെ ശിവരാത്രി പുരസ്കാരം ശ്രീകൃഷ്ണ ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമ VP കണ്ണന് സമ്മാനിക്കും. ക്യാഷ് അവാർഡും കീർത്തിമുദ്രയും പ്രശസ്തിപത്രവും പൊന്നാടയും ഉൾപ്പെടുന്നതാണ് ആറാട്ടുപുഴ മന്ദാരംകടവ് ശിവരാത്രി ആഘോഷ സമിതി ഏർപ്പെടുത്തിയ പുരസ്കാരം. TMA വിമൻ ഇൻ ബിസിനസ് കോൺക്ലേവ് ഈ മാസം 17-ന് തൃശൂർ ഹയാത്ത് റീജൻസിയിൽ നടക്കും. വനിതകളായ സംരംഭകർ, കോർപ്പറേറ്റ് ജീവനക്കാർ, പ്രൊഫഷണലുകൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർക്കായി സംഘടിപ്പിക്കുന്ന ബിസിനസ് കോൺക്ലേവിൽ പ്രശസ്തരും വിദഗ്ധരുമായ വനിതകൾ വിവിധ മേഖലകളിൽ അവർക്കുള്ള അനുഭവങ്ങൾ സദസ്സുമായി പങ്കുവയ്ക്കും. വാർത്താ സമ്മേളനത്തിൽ TMA പ്രസിഡന്റ് C. പത്മകുമാർ, പ്രോഗ്രാം ചെയർപേഴ്സൺ രേണു ശ്രീരഞ്ജ്,
പി ജെ ഷാജി, സ്വപ്ന ബാലസുബ്രഹ്മണ്യൻ എന്നിവർ പങ്കെടുത്തു. കേരള കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളുടെ മക്കൾക്കുള്ള വിദ്യാഭ്യാസ പുരസ്കാരവും തൊഴിലാളികൾക്കുള്ള പാരിതോഷിക വിതരണത്തിന്റെയും സംസ്ഥാനതല ഉദ്ഘാടനം ശനിയാഴ്ച തൃശൂരിൽ നടക്കും. പടിഞ്ഞാറേക്കോട്ട എ ചാക്കോ മെമ്മോറിയൽ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ SSLC പരീക്ഷയിൽ സംസ്ഥാനത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ ക്ഷേമനിധി അംഗങ്ങളുടെ മക്കൾക്കുള്ള സ്വർണ്ണ മെഡൽ വിതരണം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ബോർഡ് അംഗവും സ്വാഗത സംഘം ചെയർമാനുമായ VM വിനു, യൂണിയൻ നേതാക്കളായ KK പ്രകാശൻ, CK വിജയൻ, വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ EA ജോയ്, ജൂനിയർ സൂപ്രണ്ട് KK ബിന്ദു എന്നിവർ പങ്കെടുത്തു. കൊടകര വട്ടേക്കാട് തപോവനം ശ്രീ ദക്ഷിണാമൂർത്തി വിദ്യാപീഠം നവഗ്രഹ ശിവക്ഷേത്രത്തിൽ വ്യാഴാഴ്ച അഗ്നിദാനവും പ്രത്യക്ഷ ശ്രീചക്ര പൂജയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഹൃഷികേശൻ സോമയാജിപ്പാട്, ഡോക്ടർ അശ്വിനി ദേവി തന്ത്രി തുടങ്ങിയവർ നേതൃത്വം നൽകും. സാംസ്കാരിക സമ്മേളനത്തിൽ സനീഷ് കുമാർ ജോസഫ് MLA, കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി തുടങ്ങിയവർ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അശ്വിനി ദേവ് തന്ത്രി, CS രാജീവൻ, IV ചന്ദ്രൻ, അനീഷ് എന്നിവർ പങ്കെടുത്തു. ചാവക്കാട് MCBSU കെയർ അസീസി ഭവൻ ആശീർവാദവും ഉദ്ഘാടനവും വെള്ളിയാഴ്ച നടക്കും. തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് അസീസി ഭവന്റെ ആശീർവാദവും ഉദ്ഘാടനവും നിർവഹിക്കും. ഫാദർ ഫ്രാൻസിസ് മുട്ടത്ത് സംഭാവനയായി നൽകിയ സ്ഥലത്താണ് MCBSU കെയർ അസീസി ഭവൻ പ്രവർത്തിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ ഫാദർ മാത്യു തുണ്ടത്തിൽ, ചെന്നായിപ്പാറ ദിവ്യ ഹൃദയാശ്രമം ഡയറക്ടർ ഫാദർ ജോഷി കണ്ണമ്പുഴ, ഡേവിസ് കണ്ണനായ്ക്കൽ, CK തോമസ്, ഫ്രാൻസിസ് കളിയത്ത് എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ ടെമ്പിൾ സിറ്റി കുടുംബ സംഗമം കച്ചേരിപ്പടിയിൽ നടന്നു. ലയൺസ് ക്ലബ്ബ് DG ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ജെയ്സൺ ആഴൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കാഴ്ച പരിമിതിയുള്ള മണത്തല സ്വദേശി സുരേഷിന് ക്ലബ്ബ് അംഗങ്ങൾ സഹകരിച്ച് നിർമ്മിച്ചു കൊടുത്ത ഭവനത്തിന്റെ താക്കോൽ ജയകൃഷ്ണൻ കൈമാറി. ബോസ് വാഴപ്പിള്ളി, ഡാഡി തോമസ്, ജോസ് ഫ്രാൻസിസ്, റോണി ജോസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. എരുമപ്പെട്ടി പഞ്ചായത്ത് വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വികസന സെമിനാർ സംഘടിപ്പിച്ചു. കുണ്ടന്നൂരിൽ നടന്ന സെമിനാർ AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം മീന സാജൻ, വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സ്വപ്ന പ്രദീപ്, PM സജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ രാജി സോമൻ, VV വിവേക്, പ്രഭിത ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനു മുമ്പ് നമ്മൾ കോട്ടപ്പുറം വഴിയുള്ള ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി ഗുരുവായൂരിൽ കാൽനട പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. CITU അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി അംഗം RV ഇഖ്ബാൽ ഉദ്ഘാടനം ചെയ്തു. ഉണ്ണിവാർനാട്ട് ക്യാപ്റ്റനായ ജാഥ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച് നഗരം ചുറ്റി പടിഞ്ഞാറേ നടയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം CPI ജില്ലാ കമ്മിറ്റി അംഗം PK രാജേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗം KN രാജേഷ് അധ്യക്ഷത വഹിച്ചു. നിക്സൺ ഗുരുവായൂർ, ജെയിംസ് ആളൂർ, ശ്യാം പെരുമ്പിലാവിൽ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ ഒമ്പതുങ്ങൽ സുബ്രഹ്മണ്യ സമാജം ശ്രീ കൈലാസ ശിവക്ഷേത്രം മഹാശിവരാത്രി ആഘോഷത്തിനായി ഒരുങ്ങി. ശിവരാത്രി നാളിൽ ഭക്തജനങ്ങൾക്ക് ശ്രീകോവിലിനുള്ളിൽ പ്രവേശിച്ച് അഭിഷേകം നടത്താൻ കഴിയുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് ഒമ്പതുങ്ങൽ ശ്രീ കൈലാസ ക്ഷേത്രം. ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ സമൂഹാഭിഷേകം നടക്കും. അന്നേ ദിവസം മഹാഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം, ഉഷപൂജ, അലങ്കാര പൂജ, ഉച്ചപൂജ, അന്നദാനം, ദീപാരാധന എന്നിവയും ഉണ്ടാകും. ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മുല്ലശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി വെങ്കിടങ് BSNL ഓഫീസിന് മുന്നിൽ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം KS പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് RP റഷീദ് അധ്യക്ഷനായിരുന്നു. KP ജോസഫ്, CR മാത്യു, ജോൺ പുലിക്കോട്ടിൽ, ഡേവിസ് എടക്കളത്തൂർ, KP പാപ്പച്ചൻ തുടങ്ങിയവർ സംസാരിച്ചു.
കൊടുങ്ങല്ലൂർ ലോകമല്ലേശ്വരം വയലാർ വാടയിൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ 28 പൊങ്കാല മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നടുമുറി ബാബു മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ, കളമെഴുത്തുപാട്ട്, പൊങ്കാല സമർപ്പണം തുടങ്ങിയവ നടന്നു. ഈ മാസം 28-ന് പ്രതിഷ്ഠാദിനം, പുണർദോത്സവം എന്നിവ നടക്കും. പ്രസിഡന്റ് GK സുരേഷ്, സെക്രട്ടറി PT രാജു എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള കരാട്ടെ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന 46ാമത് സംസ്ഥാന സബ് ജൂനിയർ സീനിയർ ചാമ്പ്യൻഷിപ്പ് ഈ മാസം 15, 16 തീയതികളിൽ തൃശൂരിൽ നടക്കും. BKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരങ്ങളുടെ ഉദ്ഘാടനം മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ നിർവഹിക്കും. സബ് ജൂനിയർ വിഭാഗത്തിൽ 36 ഇനങ്ങളിലും സീനിയർ വിഭാഗത്തിൽ 17 ഇനങ്ങളിലുമാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള 1000-ലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി P. ചന്ദ്രശേഖര പണിക്കർ, ആദ്യ സുരേന്ദ്രൻ, KG ശിവജി, CP സിജി എന്നിവർ പങ്കെടുത്തു. പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ പ്രീ പ്രൈമറി സ്റ്റാർസ് വർണ്ണക്കൂടാരം പദ്ധതിയുടെയും 126ാം വാർഷികാഘോഷത്തിന്റെയും ഉദ്ഘാടനം CC മുകുന്ദൻ MLA നിർവഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക രമ ഗോപിനാഥ്, വിദ്യാകിരണം കോർഡിനേറ്റർ NK രമേശ്, അന്തിക്കാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സംഗീത ഷിബു, ജില്ലാ പഞ്ചായത്ത് അംഗം സലിജ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജ്യോതി ലക്ഷ്മി വാസന്തൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് മേത്തല സർവീസ് സഹകരണ ബാങ്ക് ധനസഹായം നൽകി. ബാങ്ക് പ്രസിഡന്റ് KM സലീം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലതാ ദേവദാസിന് തുക കൈമാറി. ബാങ്ക് വൈസ് പ്രസിഡന്റ് MS വിനയകുമാർ, അഡ്വക്കേറ്റ് CP രമേശൻ തുടങ്ങിയവർ പങ്കെടുത്തു. തയ്യൂർ യുവതരംഗം കലാകായിക സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ സിൽവർ ജൂബിലി ആഘോഷം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് പ്രൊഫസർ ഹരിദാസൻ ഉദ്ഘാടനം ചെയ്യും. ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ് അധ്യക്ഷനാകും. വാർത്താസമ്മേളനത്തിൽ ഗ്രന്ഥശാല പ്രസിഡന്റ് KR രാജീവ്, സെക്രട്ടറി AL വിൻസൻ, രക്ഷാധികാരി ഷൈനി ഫ്രാൻസിസ്, പ്രോഗ്രാം കൺവീനർ MJ ജസ്റ്റിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ KKTM ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ സ്മൃതിയുടെ സാമ്പത്തിക സഹായത്തോടെ ക്ലാസ് മുറികളിൽ അനൗൺസ്മെന്റ് സംവിധാനം സ്ഥാപിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് നവാസ് പടുവിങ്ങൽ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് ഷൈനി ആൻഡോ, സ്മൃതി പ്രസിഡന്റ് KK ഹസീന, സീനിയർ അസിസ്റ്റന്റ് OF ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. കട്ടിലപ്പൂവും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നാടൻ വിഭവങ്ങളുടെ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. മാടക്കത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് മോൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KP പ്രശാന്ത്, പ്രിൻസിപ്പാൾ ശാലിനി റാണി, പ്രധാന അധ്യാപിക രേണുക എന്നിവർ സംസാരിച്ചു. പൈതൃകം ഗുരുവായൂരിന്റെ ആഭിമുഖ്യത്തിൽ ശിവരാത്രിക്ക് സമൂഹ ലളിത സഹസ്രനാമം അർച്ചന നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല മാളികപ്പുറം മുൻ മേൽശാന്തി വിഷ്ണു നമ്പൂതിരി മുഖ്യ കാർമ്മികത്വത്തിൽ പ്രാണശക്തി പൂജ നടക്കും. ലളിത സഹസ്രനാമ ജപം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്യും. ലളിത സഹസ്രനാമത്തിന് സ്വാമി ഉദിത് ചൈതന്യ നേതൃത്വം നൽകും. ഭജൻ ഗായിക മൈഥിലി താക്കൂർ MLA മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഭാരവാഹികളായ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മധു K നായർ, ഡോക്ടർ KB പ്രഭാകരൻ, പ്രൊഫസർ വൈശ്രവണത്, നാരായണൻ നമ്പൂതിരി, ശശികുമാർ കൊടവന തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ദേശീയ സെമിനാർ ശനിയാഴ്ച തൃശൂരിൽ നടക്കും. കേരള സാഹിത്യ അക്കാദമിയിൽ നടക്കുന്ന സെമിനാർ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി PC അജിത് കുമാർ, S സനൽകുമാർ, AJ ദിനേശ്, രവി പുഷ്പഗിരി, ഡോക്ടർ AC ശേഖർ എന്നിവർ പങ്കെടുത്തു.
എടത്തുരുത്തി വെസ്റ്റ് SNVLP സ്കൂളിന്റെ 99ാം വാർഷികാഘോഷവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും നടത്തി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. എടത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. വലപ്പാട് AEO KV അമ്പിളി, ജില്ലാ പഞ്ചായത്ത് അംഗം അമൽ T. പ്രേമൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീദേവി ദിനേശ്, പ്രധാന അധ്യാപിക TG നിമ്മി തുടങ്ങിയവർ സംസാരിച്ചു. ഏത് തരത്തിലുള്ള എങ്ങനെയുള്ള സാമ്പത്തികമായിട്ടുള്ള ഏത് വിഷയമുള്ള തെരുവോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും വേണമെങ്കിൽ കുട്ടിയെ എവിടെ പറഞ്ഞയക്കണം. രക്ഷാകർതൃ ദിനവുമാണ് എന്നിവിടെ ആചരിക്കുന്നത്. ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ടിട്ടുള്ള ഇനി ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,530, പവന് 1,16,240. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ ഇന്ന് സമാപിക്കും. അസോസിയേഷന്റെ ജില്ലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. ലേബർ കോഡുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര നിയമങ്ങൾക്കെതിരെ വിവിധ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി ആരംഭിക്കും. പണിമുടക്ക് ജില്ലയിൽ സമ്പൂർണ്ണമാകുമെന്ന് ട്രേഡ് യൂണിയനുകൾ. ഗുരുവായൂർ ക്ഷേത്രം കീഴ്ശാന്തിയെ സസ്പെൻഡ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. ദേവസ്വം ഭരണസമിതിക്ക് ധാർഷ്ട്യമെന്ന് ആക്ഷേപം. പെരുമ്പിലാവ് തിപ്പിലശ്ശേരി റോഡിനെയും അക്കിക്കാവ് കേച്ചേരി ബൈപ്പാസ് റോഡിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. റോഡ് തകർന്നു വർഷങ്ങളായിട്ടും അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന് ആക്ഷേപം. മതിലകം കിഴക്കുംപുറത്ത് സർവീസ് റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യം. ദേശീയപാത നിർമ്മാണം തടസ്സപ്പെടുത്തി CPM. ഏകാദശിക്കൊരുങ്ങി തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം. ഏകാദശി ആഘോഷം വെള്ളിയാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.